വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാവേ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിനു വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഒരു മിക്സ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഫസ്റ്റ്. അപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാവേ. ആ സമയത്ത് നമുക്കിതിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം തക്കാളി നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നമ്മൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഇത്ര നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുത്തായിരുന്നേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് എടുക്കുവാണേ. അതായത് നമ്മുടെ ഈ നൂഡിൽസിനൊരു നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മസാലകളും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒക്കെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതേ ഉള്ളേ. അതിനുശേഷം നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് നമുക്കത് പച്ചമുളക് എടുക്കാവേ. നമ്മളിവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വഴഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ക്യാരറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതൊരു നോൺ വെജിലൊക്കെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ചിക്കി തോർത്തി അതിലിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചിക്കൻ്റെ പീസൊക്കെ നമ്മളൊന്ന് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ച് അതും ചെറിയ പീസൊക്കെ ആക്കി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വഴറ്റണ്ട. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു പിടി മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം കുറച്ച് നമ്മുടെ നൂഡിൽസ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. ഗോതമ്പ് പൊടി ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെച്ച് അത് നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. ഇത് തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വെള്ളത്തിലേക്ക് നമ്മൾ 1 സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോതമ്പ് പൊടി ഇങ്ങനെ നമ്മൾ ഇടിയപ്പത്തട്ടിലേക്ക് വെച്ച് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് വേണം നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ ഓയിലിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ നൂഡിൽസ് ഇങ്ങനെ കറക്കിയിടാൻ വേണ്ടിയേ. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. അത് തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നത്. അത് നമ്മൾ കുറേശ്ശെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നൂഡിൽസൊക്കെ, ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന നൂഡിൽസിനൊക്കെ എന്തുമാത്രം അത് അൺഹെൽത്തി ആണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മുടെ നൂഡിൽസ് കിടന്ന് ഒന്ന് വെന്ത് വരണം. കാരണം നമ്മുടെ നൂഡിൽസ് ഏകദേശം നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി തണുത്ത വെള്ളത്തിലോട്ട് വേണം നമ്മളിത് വീണ്ടും ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മളതേണ്ട തണുത്ത വെള്ളത്തിൽ നിന്ന് ഏകദേശം നമ്മുടെ നൂഡിൽസ് ഒന്ന് തണുത്ത് കഴിയുമ്പം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നൂഡിൽസ്. കണ്ട, ഒട്ടിപ്പിടിക്കാതെ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ട് നമ്മുടെ നൂഡിൽസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സില്ലേ, ആ മിക്സ് നമ്മൾ ഒന്നും കൂടെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മിക്സ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വേണ്ട നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നൂഡിൽസ്. നമ്മൾ
ഒട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നൂഡിൽസൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും തന്നെ. അപ്പം എന്നാൽ നമുക്ക് വീട്ടിലത് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കത് വളരെ. ഇനി നമ്മൾ 1 സ്പൂൺ മീറ്റ് മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് 1 സ്പൂൺ മീറ്റ് മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് നമ്മളിത് പൊടിഞ്ഞു പോകാതെ വളരെ സാവധാനത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം വേണ്ടേ നമ്മുടെ റെസിപ്പി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം നൂഡിൽസ് ഓൾറെഡി നന്നായിട്ട് വെന്തതാണ്. മറ്റത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റി ആക്കാൻ വേണ്ടി നമുക്ക് മുട്ടയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് ചിക്കി തോർത്തി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് തോരൻ പോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേർക്കാവേ. ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടെങ്കിൽ കറിയിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വറുത്തെടുത്ത് ഇട്ടാലും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അന്നാ